ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഇഡ്ഡലിയാണ്. എന്നാൽ ഉഴുന്നോ അരിയോ ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് റവ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുക്കുക. ഇത് സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് റവയാണ്. അപ്പോൾ സാധാരണ വറുക്കാത്ത റവയായാലും പ്രശ്നമൊന്നുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ റവ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു റവ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് റവ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളിയുള്ള തൈര് തന്നെയായിരിക്കും നല്ലത്. ഇവിടെ തൈര് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റവ ഓൾറെഡി കട്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് മിക്സ് ആയിട്ട് വരില്ല. അപ്പോൾ നല്ലോണം മിക്സ് ആവണമെന്നില്ല. ഈ ഒരു കട്ട മുഴുവനായിട്ട് ഉടഞ്ഞു വരണമെന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ റവയും തൈരും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റവ കുറച്ച് കട്ട കെട്ടിയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതേപോലെ നിങ്ങൾ ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം റവ ഇട്ടിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ റവ ശരിക്കും അടിഞ്ഞു കിട്ടില്ല. അത് മാത്രമല്ല, ഇത് ഓവറായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു റവയും അതേപോലെ തൈരും ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. നമ്മൾ ഒരുപാട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് കുറച്ച് ലൂസായി പോകും. അപ്പോൾ നമ്മുടെ മാവ് അങ്ങനെ ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അടിച്ചെടുക്കുന്ന സമയത്ത് 1-2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നല്ല കട്ടിയുള്ള മാവാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കെല്ലാം തയ്യാറാക്കുന്ന പോലെ നല്ല കട്ടിയുള്ള മാവ് തന്നെ വേണം. അപ്പോൾ ഈ ഒരു മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് ഒരുപാട് കട്ടിയായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് മാവ് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് ലൂസാവാൻ പാടില്ല. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്തിട്ട് നന്നായി ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 തട്ടിലായിട്ടാണ് മാവ് ഒഴിക്കുന്നത്. നമുക്ക് 1 കപ്പ് റവക്ക് 12 ഇഡ്ഡലിയാണ് തയ്യാറാക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ 3 തട്ടിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊരു മാവ് ഒഴിക്കുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തട്ട് ഇതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഈ ഒരു തട്ടിൽ നിന്ന് മാറ്റാം. ഇത് ഒട്ടും തന്നെ അടിക്ക് പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണിത്. അതേപോലെ സാമ്പാറും ചമ്മന്തിയും തന്നെ വേണമെന്നില്ല ഈ ഒരു ഇഡ്ഡലിക്ക്. നമുക്ക് ഏതൊരു കറിൻ്റെ ഒന്നിച്ചും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്യും. അത്രയ്ക്കും ഒരു സോഫ്റ്റും ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക.